ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോകണം. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടേ വരുള്ളൂ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നതും. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഒരു സ്ഥലം കാണാൻ പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത്. സോ വേറെ എവിടെയല്ല, ഇവിടെ ഡേ ടു ഡേയിലാണ് പോകുന്നത്. A few moments later. ഞാനിപ്പോൾ ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ടൊരു 1 മണിക്കൂറായി. പോസ്റ്റാക്കി. ഞാനപ്പോൾ ഇവിടെ ചുമ്മാ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിലെ ചേച്ചിയുടെ കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണ്. ചേച്ചിക്ക് ഒരു കമ്പനിയായിട്ട്. ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? എൻ്റെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ചേച്ചിയുടെ വർക്കിലായിരുന്നു. അപ്പം ഞാൻ പോസ്റ്റ് ആയതുകൊണ്ട് ചേച്ചി ഞാൻ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞങ്ങളിവിടെ കാര്യം പറഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോൾ അവൾ വരാൻ ഇനിയൊരു 5 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഒരു അരമണിക്കൂറും കൂടി എടുക്കും, 5 മിനിറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞൊക്കെ ഇവിടെ ഇരിക്കുക. ഓക്കെ. 2 hours later. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര മണിക്കൂറായി? വീണ്ടും അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായി. അപ്പോഴേക്ക് എൻ്റെ അടുത്ത റൂംമേറ്റ് വന്നു. അവള് വന്നിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുന്നേ നാളത്തേക്കുള്ള പണി ഒതുക്കി വെക്കുവാണ്. ചപ്പാത്തിയും കറിയാണോ നാളെ? അതെ, ചപ്പാത്തി നല്ല സൂപ്പർ ചിക്കൻ കറിയും. ആര് വെച്ചത്? എനിക്ക് അറിഞ്ഞൂടാടി ആര് വെച്ചാൽ ഈ റൂമിലുള്ള നമുക്കാ. അപ്പൊ ചപ്പാത്തി ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 2 ചപ്പാത്തിയും ആരോ വെച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ നാളെ ഓഫീസിൽ കൊണ്ടുവരാനുള്ള മീൽ പ്ലാനിങ് പറയുന്നത് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ചിക്കൻ കറി. ഉച്ചക്ക് എന്റെ ഫ്രണ്ട് എനിക്ക് പെരുന്നാളിന്റെ ചെലവ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഉച്ചക്ക് ഇനി അവന്റെ അടുത്തോട്ട്. രാത്രി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ രാത്രി കഴിക്കൂ. രാത്രി ഓമയ്ക്ക. അതെ, എല്ലാ ദിവസവും രാത്രി മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെയാണ് കഴിക്കുന്നത്. റിച്ചാണ് കുട്ടി. ഓക്കെ, ആത്മാർത്ഥം നോക്കണം. ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഡ്രസ്സ് പോലും മാറാതെയാണ് ആ പണി ഒതുക്കി വെക്കാനുള്ള ആക്രാന്തം. എന്നിട്ട് വേണം അവർക്ക് സുഖമായിട്ട് കിടന്ന് റീൽസ് കാണാൻ. അല്ലെ അതെടുത്ത് തിരിച്ചിട്. അതോളം വരെ പോകാൻ മടിയായതുകൊണ്ടായിരിക്കും. പാവം. ചപ്പാത്തി, ആ ചൂടുള്ള ചപ്പാത്തി കൈകൊണ്ട് മറിച്ചിടാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, തിരിക്കി. ഓക്കെ, ശരിക്കും കുട്ടി കറിയൊക്കെ വാങ്ങിച്ചോണ്ട് കേട്ടോ വന്ന്. ചപ്പാത്തി ഈ കറി വേണോ നിനക്ക് കൊണ്ട്? ഇത് ഞാൻ വെച്ച മീൻകറിയാണ്. 3 ദിവസമായി മീൻകറി വെച്ചിട്ട്. ഞാൻ വെച്ചതായതുകൊണ്ട് പറയല്ല, വായി വെച്ചില്ല, കൊള്ളില്ലായിരുന്നു. പക്ഷെ ഇതിന് മുന്നേ ഞാൻ ഒരു മീൻകറി വെച്ചത്, അത് പിന്നെയും കുറച്ച് മെന ഉണ്ടായിരുന്നു. ഇത് ഒട്ടും കൊള്ളില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് വെള്ളമാ ബാക്കി. നീ ഇതെടുത്ത് കളയണം. കളയുമ്പോ സങ്കടം വരും, പക്ഷെ തിന്നാൻ ഒട്ടും പറ്റില്ല. ഇച്ചിരിയെങ്കിലും തിന്നാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തിന്നേനെ. പക്ഷെ ഫുഡ് കളയാറില്ല. ഇതെനിക്ക് ഒട്ടും പറ്റില്ല, കാരണം കൊള്ളൂല, അത്രയ്ക്ക് കൊള്ളൂല. അപ്പൊ ഇന്നത് ഡിസ്കാർഡ് ചെയ്യാം. ആൽഫയുടെ ചിക്കൻ കറിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അടി പിടിച്ചോണ്ടോ കരിഞ്ഞു. ആ ചിക്കൻ കറിയും കരിഞ്ഞു. ഉള്ളി എടുത്തോണ്ട് പോയി ടേസ്റ്റ് ചെയ്തത്? 3 hours later. അപ്പൊ നമ്മള് കരാമയിലെത്തി. ഇവളാണ് എന്നെ പോസ്റ്റ് ആക്കിയ എന്റെ ഫ്രണ്ട്. ഞാൻ 6 മണിക്ക് ഒരുങ്ങിയിരിക്കുക. നീ എന്നെ വിളിക്കാൻ വന്നത് 8 മണി കഴിഞ്ഞിട്ട്. 7:45 ഒരു ജോലി ഉണ്ടായിരുന്നു. ജോലി ചെയ്യാൻ പോകുന്നത് അത് ഇവള് പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു. എന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാനതുകൊണ്ടൊരു ആവേശത്തിന് നേരത്തെ കാലത്ത് ഒരുങ്ങി നിന്നു. എന്നിട്ട് വന്നിട്ട് മേക്കപ്പ് ഇട്ട് തീർന്നില്ലല്ലോ. അല്ല, ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ ഒരുങ്ങി. ഇവള് ഒത്തിരി താമസിച്ചാ വന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. നമ്മള് വന്നോടനെ ചോക്ലേറ്റ് പാത്രം കഴിയുന്ന സ്ക്രബ്ബർ, തുണി കഴിയുന്ന ഇത്. നിനക്കാണ് ശരിക്കും ഷോപ്പിംഗ് ചെയ്യാൻ വന്നത്. ആർക്ക് എന്താ ബാത്റൂം കഴിവുന്നയാ?
ഇതൊക്കെ വാസലിൻ്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷനൊക്കെ. എന്താ ഇവിടെ വെക്കാം, മറ്റേ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിട്ട്. നീന്തൽ അറിയാവോ? ആ ഇതൊക്കെ ഇവളെന്തോന്ന് കോഴിയുടെ ചോയ് വാങ്ങിക്കാൻ നടക്കുക. ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനാണോ തോന്നുന്നു. കോഴിയില്ല, താറാവുണ്ട്. അത് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ദേ കോഴി. നീ എന്തിനാ കോഴിയെ തന്നെ തപ്പുന്നത്? ഏതാണ്ട് ഇഷ്ടം പോലെ പൂവൻ കോഴിയും പിടക്കോഴിയും എല്ലാം ഉണ്ട് ഇതില്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചാടന കോഴി. ഇവിടെ ഒന്നുമില്ല. അവസാനം ഇവർക്ക് കളർ അടിക്കാൻ ക്രയോൺസ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിൽ വന്നതാണ്. ഇത് ഞങ്ങളിവിടുന്ന് പോവാ, ഒന്നും കിട്ടിയില്ല. വെറുതെ അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ആകണ്ടേ ഒന്നും വാങ്ങിച്ചില്ല. ഒരു കവർ മാത്രമേ മേടിക്കുള്ളൂ. ആകെ ഒരു സോക്സും 2 ഡിഷ് വാഷും. അപ്പോൾ നിരാശയോടെ ഞങ്ങൾ പോകുന്നു. സമയം എത്ര മണി? 12:30. ക്യാമറമാൻ ഷാഹിനയോടൊപ്പം മനീഷ.